ഇൻഫിഡൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സംസാരിക്കുന്നത് പലസ്തീനിലെ ഗസയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഒരു എത്നിക് ക്ലീൻസിങ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഒരുപക്ഷെ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാകും. ട്രംപ് അനൗൺസ് ചെയ്തത് ഗസയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകണം, ആ സ്ഥലം ഞങ്ങളിങ്ങ് ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾക്ക് കുറേ പദ്ധതികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിൻ്റെ ആ ഒരു സ്പീച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. The only reason the Palestinians want to go back to Gaza is they have no alternative. അതായത് ഗാസയിലുള്ള പലസ്തീനുകൾ ഗസയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ബദൽ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത്. It's right now a demolition site. This is just a demolition site. Virtually every building is down. ഇതൊരു ഡെമoliഷൻ സൈറ്റാണ്, അതായത് ഒരു പൊളിഭൂമി, ഒരു തകർക്കപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു പ്രദേശം മാത്രമാണ്. എല്ലാ ബിൽഡിങ്സും തകർക്കപ്പെട്ടിരിക്കുകയാണ്. They're living under fallen concrete that's very dangerous and very precarious. അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്ന കോൺക്രീറ്റിൻ്റെ ഒക്കെ ഉള്ളിലാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. They instead can occupy all of a beautiful area with homes and safety, and they can live out their lives in peace and harmony instead of having to go back and do it again. അവർക്ക് വീടും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഒക്കുപ്പൈ ചെയ്യാം. അവർക്ക് അവിടെ ശാന്തിയോടും സമാധാനത്തോടും സഹോദരത്തോടു കൂടെയൊക്കെ അവിടെ ജീവിക്കാം. വളരെ മോഹനമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് നമ്മളെ ട്രംപുരാൻ കൊടുക്കുന്നത്. The US will take over the Gaza Strip and we will do a job with it too. We'll own it. അപ്പം അവർക്ക് ഇവിടെ തിരിച്ചു വന്നിട്ട് രണ്ടാമത് അങ്ങനെ ആ സ്ഥലങ്ങളൊന്നും അങ്ങനെ പുതുക്കി പണിത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. USA ഞങ്ങൾ ആ സ്ഥലങ്ങളെ ഏറ്റെടുത്തോളാം, എന്നിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് പണികളൊക്കെ ചെയ്യും. And be responsible for dismantling all of the dangerous unexploded bombs and other weapons on the site. ആ പ്രദേശത്തുള്ള പൊട്ടിത്തെറിക്കാത്ത ഇതുവരെ പൊട്ടിയിട്ടില്ലാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളൊക്കെ ഞങ്ങൾ നിർവീര്യമാക്കും. Level the site and get rid of the destroyed buildings, level it out, create an economic development that will supply unlimited numbers of jobs and housing for the people of the area. Do a real job, do something different. അവിടെ ഞങ്ങൾ ആ ഏരിയയൊക്കെ ലെവൽ ചെയ്ത് അവിടെയുള്ള ഡെബ്രി കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ഉണ്ടാക്കും, കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെഗാ പ്രോജക്റ്റ്, ഒരു വളരെ മോഹനസുന്ദരമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നമ്മുടെ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റിനെ ഉടൻ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അണ്ണൻ സാർ എന്ത് പറഞ്ഞാലും മുന്നിൽ അങ്ങനെ തന്നെ മുന്നിലെ മാപ്പിള പറയും പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വരാതിരിക്കില്ലല്ലോ. എന്നാൽ ട്രംപിൻ്റെ ഈ ഒരു വംശീയ ഉന്മൂലന പാക്കേജിന് എതിർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടോക്കാം. In the search for solutions, we must not make the problem worse. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ തേടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. It is vital to stay true to the bedrock of international law. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ആണിക്കല്ലിനോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളത് വളരെ ജീവൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. It is essential to avoid any form of ethnic cleansing. എത്നിക് ക്ലീൻസിങ്, വംശീയ ഉന്മൂലനത്തിൻ്റെ ഏത് രൂപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. We must reaffirm the two-state solution. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, 2 സ്റ്റേറ്റ് എന്നുള്ള സൊല്യൂഷനിൽ അഫേം ചെയ്ത് നിൽക്കണം എന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമങ്ങൾ എന്താണ് പറയണത് എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഈ ആഹ്വാനം റോം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രകാരം മാനവരാശിക്കെതിരെയുള്ള ഒരു അക്രമമാണ്. അതായത് ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ചിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന രേഖയാണ്. അതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഫൗണ്ടിങ് ഡോക്യുമെൻ്റാണ് റോം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. 1998 ജൂലൈ 17 റോം കോൺഫറൻസിൽ പാസ്സാക്കി 2002 ജൂലൈ 1 ആണിത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതിലുള്ള ചില സെക്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആർട്ടിക്കിൾ 6 ജനോസൈഡിനെ കുറിച്ച് പറയുന്നത്. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ. ആർട്ടിക്കിൾ 6 ജനോസൈഡ്. ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് സ്റ്റാറ്റ്യൂട്ട്, ജനോസൈഡ് മീൻസ് any of the following acts committed with the intent to destroy,
in whole or part a national, ethnical, racial or religious group as such. അതായത് ഏതെങ്കിലും ഒരു റേഷ്യൽ ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഒരു എത്നിക് ഗ്രൂപ്പിനെ, ഇതിനെ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള ആക്റ്റുകളെയാണ് ജിനോസൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ, കില്ലിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, അതായത് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും ആളുകളെ കൊല്ലുക, അത് ജിനോസൈഡിൽ വരും. 2, കോസിങ് സീരിയസ് ബോഡിലി ഓർ മെൻ്റൽ ഹാം ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന് മൊത്തത്തിലോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഹാം വരുന്ന രൂപത്തിലുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ അത്തരം നിയന്ത്രണങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മുകളിൽ വെക്കുക. ഇമ്പോസിങ് മെഷേഴ്സ് ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് ബേർത്ത്സ് വിത്തിൻ ദ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് ജനസംഖ്യ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസവം തടയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ജനോസൈഡിൽ വരും. ഫോഴ്സിബിളി ട്രാൻസ്ഫറിങ് ചിൽഡ്രൻ ഓഫ് ദ ഗ്രൂപ്പ് ടു നെതർ ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു വംശത്തിൻ്റെ കുട്ടികളെ അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന് കൈമാറ്റം ചെയ്തിട്ട് മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുക, അവരുടെ നിയന്ത്രണത്തിലാക്കുക, ഇതൊക്കെ ജനോസൈഡിൽ വരുന്ന കാര്യമാണ്. ഇതിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. കില്ലിംഗ് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്, ഒന്നാമത്തെ കണ്ടീഷൻ, അതായത് ഏതെങ്കിലും ഒരു വംശത്തിൽ പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വംശത്തിലുള്ള ആളുകളെ കൊല്ലുക. ഇത് നമ്മുടെ രാജ്യത്തും സംഭവിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, ഗുജറാത്തിൽ 2002 നടന്നത് ഒരു വംശഹത്യയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായൊരു വംശഹത്യ നമ്മളെപ്പോഴും പറയുന്ന ഒരു ബനു ഖുറൈള സംഭവമാണ്. ബനു ഖുറൈള എന്നുള്ള ആ ഗോത്രത്തിലെ മുഴുവൻ അംഗങ്ങളെയും, പ്രായപൂർത്തി എത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും മുഴുവൻ പുരുഷന്മാരെയും ആ ഗോത്രത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ല. പ്രായപൂർത്തിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ വളരെ വളരെ മോശമാണ്. പ്യൂബിക് ഹെയർ അല്ലെങ്കിൽ ഗുഹ്യരോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മുളച്ച ആളുകളെ ഫുള്ള്, കുട്ടികളെ അടക്കം മുഴുവൻ ആളുകളെയും കൊന്നു തീർത്ത ഒരു സംഭവം വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ജനോസൈഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞു ഫോഴ്സിബിളായിട്ട് കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്തരം കുറേ ജനോസൈഡൽ ആക്ടിവിറ്റീസ് ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ കേസിൽ നടപ്പാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ജിനോസൈഡ് എന്ന് പറഞ്ഞ സാധനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജിനോസൈഡ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജിനോസൈഡ് വാച്ചിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്. അതിനകത്ത് ജിനോസൈഡൽ ടെൻഡൻസീസ് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഫർദർ റീഡിങ്ങിന് നല്ലൊരു മെറ്റീരിയലാണ് 10 സ്റ്റേജസ് ഓഫ് ജിനോസൈഡ് എന്നും പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ അതിനകത്ത് വായിക്കാൻ കിട്ടും. അതൊന്ന് എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഇനി നമ്മൾ പോണത് അതിൽ തന്നെയുള്ള ആർട്ടിക്കിൾ 7ലേക്കാണ്. ക്രൈംസ് എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ. ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് സ്റ്റാറ്റ്യൂട്ട്, ക്രൈംസ് എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി മീൻസ് എനി ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് വിച്ച് when committed as part of widespread systematic attack directed against any civilian population with the knowledge of attack. അതായത് താഴെ പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസ് സിവിലിയൻ പോപ്പുലേഷന് നേരെ ഉള്ള താഴെ പറയുന്ന വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അറ്റാക്ക്, അതിനാണ് ക്രൈംസ് എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ, മർഡർ, കൊലപാതകം ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് കൊലപാതകം, സർക്കാരിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിലോ അല്ലെങ്കിൽ അതുപോലുള്ള അധികാരങ്ങളുടെയൊക്കെ ബലത്തിൽ നടത്തുന്ന മർഡർ, അതൊരു ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. എക്സ്റ്റെർമിനേഷൻ, എൻസ്ലേവ്മെൻറ്റ്, ഡിപ്പോർട്ടേഷൻ ഓർ ഫോഴ്സിബിൾ ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ. ഈ പറഞ്ഞിട്ടുള്ള ഡിപ്പോർട്ടേഷൻ ഓർ ഫോഴ്സിബിൾ ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞതിനകത്താണ് നമ്മൾ ഇപ്പം ട്രംപ് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ പെടുന്നത്. അപ്പം അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു ക്രൈമിനുള്ള ഒരു ആഹ്വാനമാണ് ട്രംപ് ഈ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഇതിനെതിരെ ക്രിമിനൽ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അന്താരാഷ്ട്ര കോടതി ഓൾറെഡി ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി അത്തരം വാറണ്ടുകളൊക്കെ എൻഫോഴ്സ് ചെയ്യപ്പെടുമോ, ഈ റൂൾ ഓഫ് ലോ എന്നുള്ള കൺസെപ്റ്റ് എത്രത്തോളം പ്രാവർത്തികമാക്കപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ളൊരു നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടതും അറിയിക്കേണ്ടതും അതിനെതിരായ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരേണ്ടതും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്.